ഏളനാട് കർഷക സർവീസ് സഹകരണ ബാങ്ക് നടത്തിയ ഓണാഘോഷത്തിന്റെ മുന്നോടിയായുള്ള അത്താഘോഷത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മുരളീധരൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് വി.കെ. ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സി. ശ്രീകുമാർ, ബിജു വി. നായർ, മറ്റ് ബാങ്ക് ജീവനക്കാരും സഹകാരികളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അത്തപ്പൂക്കളവും പായസ വിതരണവും നടത്തി. ഇന്ന് അത്തപ്പൂക്കളോടുകൂടി നമ്മുടെ ഓണാഘോഷ പരിപാടി ആരംഭിക്കുകയാണ്. നാളെ ഓണച്ചന്ത പഴയന്നൂര് ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അതിനുശേഷം ആവശ്യമായ പഴം അവിടെ തന്നെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്താകെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലം, സർക്കാരാണെങ്കിൽ സാമ്പത്തിക പരാധീനതയിൽ നട്ടം തിരിയുന്നൊരു കാലം, അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു എന്ന പോലെ വയനാട് ദുരന്തം, ഓണത്തിൻ്റെ പൊലിമ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഹകാരികൾക്കും സാധാരണക്കാർക്കും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമൊക്കെ ചെറിയ തോതിലെങ്കിലും ഓണം നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതമായ സഹകരണ ബാങ്കിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ച് ഇക്കൊല്ലവും നമ്മൾ ഓണ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. പൊതുവെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഓണാഘോഷം വേണ്ട എന്ന് പറയുമ്പോഴും കേരളീയരുടെ മനസ്സിലുള്ള ഓണം, മാവേലിയെ വരവേൽക്കാൻ എന്ത് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും അതൊക്കെ മറന്ന് സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാനുള്ള ഒരു തുടക്കം, അത് ഓണത്തിൻ്റെ ഒരു മാറ്റ് കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം ഇവിടെ എൻ്റെ ബ്രാഞ്ച് എളനാട് ബ്രാഞ്ചിൽ പൂക്കളത്തോടുകൂടി ആരംഭിച്ചതായി അറിയിക്കുകയാണ്. സഹകാരികൾക്കും നമ്മുടെ സ്നേഹം നിറഞ്ഞ നാട്ടുകാർക്കും ഈ ദുരന്തകാലത്തിനിടയിലും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. കർഷകരുടെ വിളവെടുപ്പിൻ്റെ കാലമാണ് ഓണക്കാലം. ആ ഓണക്കാലത്ത് ഇന്നാട്ടിലെ കർഷകരെ സഹായിക്കുന്ന ഒരു ബാങ്ക് എന്നുള്ള നിലയ്ക്ക് ഈ സഹകരണ സ്ഥാപനത്തിന് അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റി തന്നെയാണ് നാളിതുവരെയും ഈ സഹകരണ സ്ഥാപനം ഈ പഴയന്നൂർ പഞ്ചായത്തിൽ നിലനിന്നിട്ടുള്ളത്. ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്ന കാലഘട്ടങ്ങളിലെല്ലാം അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പ്രളയമുണ്ടായപ്പോഴും അതുപോലെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴുമെല്ലാം നമ്മൾ ആ ദുരന്ത ബാധിതർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഏത് കാലത്തും നിന്നിട്ടുള്ളത്. തുടർന്നും ആ രീതിയിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിലക്കയറ്റം വളരെയധികം രൂക്ഷമായ ഈ കാലഘട്ടത്തിൽ നാളെ മുതൽ സഹകരണ ഓണച്ചന്ത ആരംഭിക്കുകയാണ്. നിരവധി ബാങ്കുകൾ ഈ ഓണച്ചന്ത നടത്തിപ്പിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും പഴയന്നൂരിലെ സാധാരണക്കാരായ ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാറുള്ള ഒരു സംരംഭമാണ് ഈ ഓണച്ചന്ത നടത്തുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കാതെ ഇന്നാട്ടിലെ സാധാരണക്കാർക്ക് ഗുണം കിട്ടുന്ന ഏത് പ്രവൃത്തിയും ഏറ്റെടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഓണച്ചന്ത നമ്മൾ എല്ലാ വർഷവും നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ഈ വർഷവും നടത്തുന്നത്. അതുപോലെ തന്നെയാണ് പഴം മാർക്കറ്റ് നമ്മൾ എല്ലാ കൊല്ലവും ഈ ഓണക്കാലത്ത് നടത്താറുണ്ട്. ഇക്കൊല്ലവും അത് നമ്മൾ 12-ാം തീയതി നമ്മുടെ ബാങ്കിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ പഴയന്നൂർ നിവാസികൾക്ക് എല്ലാവിധ ഓണത്തിന് ആഘോഷിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്.
എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. മീഡിയ അതുപോലെ തന്നെ അതിലെല്ലാം ഉപരി ഇതിന് പ്രോഗ്രാം ചാർട്ട് ചെയ്ത് 2 ദിവസമായി സസ്പെൻസിൽ വെച്ച് ഞങ്ങളെയൊക്കെ അറിയിച്ച് ഭംഗിയായി ഈ പരിപാടി നടത്തുകയും അതുപോലെ തന്നെ ഓണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരിൽ നിന്നും തുടങ്ങുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ച് ഹെഡ് ഓഫീസിൽ നിന്നും അപ്പുറത്ത് നമ്മുടെ എളനാട് ബ്രാഞ്ചിൽ തന്നെ ഇത് തുടങ്ങാൻ ഇവർ തീരുമാനിച്ചത്. നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെയൊക്കെ എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സഹകരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. നമ്മൾക്കറിയാം കോവിഡ് കാലത്തൊക്കെ തന്നെ ഒട്ടനവധി ആളുകൾക്ക് കിറ്റായും മൊബൈലായും മറ്റെല്ലാവിധ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇത്തരം ഒരു പരിപാടി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ബാങ്കിൻ്റെ ഒരു നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണണം. അതിൽ ഏറ്റവും ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, നമ്മുടെ പ്രിയ അതുപോലെ തന്നെ വടക്കാഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മളുടെ പുതിയ സ്റ്റാഫ് ഒക്കെ തന്നെ സൗമ്യ ഒക്കെ തന്നെ ഇതിന് ഒരുപാട് എഫർട്ട് എടുത്താണ് ഇത് ചെയ്തത്. ഏകദേശം 11 മണി വരെയാണ് അവർ ഈ പരിപാടി പൂർത്തീകരിക്കാൻ സമയമെടുത്തിട്ടുള്ളത്. എന്തായാലും അവരെ പ്രത്യേകം ഈ അവസരത്തിൽ അനുമോദിക്കുന്നതോടൊപ്പം ഈ ബാങ്കിൻ്റെ നല്ല പ്രവർത്തനത്തിൽ നാളെ ഇതുവരെ സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു.